ഹലോ മൈ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്ക് ഒരു വ്ളോഗാകാം അല്ലേ? കുറേ ദിവസമായിട്ട് നമ്മൾ ഷോർട്സാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ ആവും തീർച്ചയായിട്ടും. ഓക്കെ. വേറെ കാര്യം, ഇന്ന് നമ്മൾ ഫുഡ് ഉണ്ടാക്കണില്ല, ഇന്ന് മാളിക്കുന്നിക്ക് വേണ്ടോ. ഞാൻ ഇന്നെന്താണ് എന്തെങ്കിലും ഒരു സ്നാക്സ് ഉണ്ടാക്കുക, ജ്യൂസ് ഉണ്ടാക്കുക, നോമ്പ് ഇറക്കുക, എന്നിട്ട് പിന്നെ ഫുഡ് കഴിക്കാൻ ചെല്ലാൻ പറഞ്ഞിരിക്കണു. ഡെയിലി വിളിച്ചുമ്മ. അപ്പോൾ പിന്നെ നമുക്ക് പ്രത്യേകിച്ച് ചെല്ലാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല. സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി വിളിച്ചേണ്ട ആവശ്യമല്ല. അവിടെ നിന്ന് പുട്ടാണ്. അപ്പോൾ അല്ലാതെ സ്പെഷ്യലൊന്നുമല്ല. ഇന്നലെ ബിരിയാണി വെച്ചിക്കണു പറഞ്ഞിട്ട് വിളിച്ചു, ഞാൻ പോയില്ല കേട്ടോ. അപ്പോൾ ഇതാ അന്ന് ഞങ്ങൾ നോമ്പറക്കുള്ള ഐറ്റംസൊക്കെ ഉണ്ടാക്കട്ടെ. സ്നാക്സ് എന്തുണ്ടാക്കണം എന്നുള്ള തീരുമാനമായിട്ടില്ല. പക്ഷെ എന്ത് തീരുമാനമായാലും അതൊക്കെ വേണ്ട ഐറ്റാണല്ലോ ഉള്ളി. അപ്പം അത് റെഡിയാക്കി വെക്കാൻ വിചാരിച്ചിട്ട് അതങ്ങനെ തോലൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കുകയാണ്. എൻ്റെ മനസ്സിൽ ചീസ് ബോക്സ് അല്ലെങ്കിൽ സമൂസ എന്നുള്ളതാണ്. അപ്പം രണ്ടിൽക്കാണെങ്കിലും ക്യാരറ്റ്, കിഴങ്ങ്, പിന്നെ ഉള്ളി, ചിക്കൻ അതൊക്കെ വേണമല്ലോ. അപ്പം അതൊക്കെ അങ്ങോട്ട് റെഡിയാക്കി എടുത്ത് വെച്ചാൽ പിന്നെ എന്താണെങ്കിലും അപ്പം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമല്ലോ. പിന്നെ ഈ രീതിയിൽ ഉള്ളി കട്ട് ചെയ്തെടുക്കുകയാണ്. ഈ രീതിയിൽ കട്ട് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ കുറേ നേരം നിന്ന് കട്ട് ചെയ്യേണ്ടി വരും. കയ്യുമ്മ കത്തി തട്ടും, പിന്നെ നമുക്ക് കണ്ണെരിയും. അങ്ങനത്തെ ഒന്നും പ്രശ്നമില്ലാതിരിക്കാൻ ഇതാ ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ വാങ്ങിയത്. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത്. നല്ലൊരു ഉപകാരമുള്ള ഐറ്റമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും എല്ലാ വീഡിയോയിലും ഈ കാര്യം പറയുന്നത്. വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വാങ്ങിച്ചു. നമ്മൾ ഷോർട്ട് വീഡിയോയിലൊക്കെ ലിങ്ക് ഞാൻ സൈഡിൽ കൊടുത്തുക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും വാങ്ങിയോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്യാനുണ്ടോ. പിന്നെ ഈ ഒരു പ്രൊഡക്റ്റ് കയ്യിലുള്ളവർ ആ ഒരു ഉപകാരവും കൂടി ഇതിലൊന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മൾ എന്താ ഉണ്ടാക്കുക? സമൂസ വേണോ അതോ ചീസ് ബോക്സ് അങ്ങനെ എന്തോ സംഭവം അത് വേണോ? സമൂസ ഉണ്ടാക്കിക്കളാം. ജി കുഞ്ഞാവില് ഉണ്ടാക്കാൻ വയ്ക്കാത്തൊക്കെ ഉണ്ടാക്കിയിട്ട് ഇന്നലെ ജി മോമോസ് ഉണ്ടാക്കാൻ ഒരു കുട്ടി നമ്മൾ വെച്ചിട്ടില്ല. എൻ്റെ മോമോസും ജിമൂസും വേണ്ട. ജി ഓലിയിൽ ഇട്ടിട്ടൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാക്കിയാൽ ഒന്നും ഉണ്ടായിട്ട് പറഞ്ഞില്ല. ഗൈസ്, ഞാൻ എന്തുണ്ടാക്കിയാലും ഫ്ലോപ്പ് ആവുക. കാരണം ഇന്നലത്തെ മോമോസ് ഭയങ്കര ഫ്ലോപ്പ് ആയിരുന്നു. അപ്പോൾ ഇതാ ഇന്ന് സമൂസ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അതിലും ഞാനൊരു വെറൈറ്റി കാണുന്നുണ്ട്. പറ്റുകയാണെങ്കിൽ ഉണ്ടാക്കും. അപ്പോൾ ഇതാ ഐറ്റംസൊക്കെ കിഴങ്ങ്, ക്യാപ്സിക്കം, ക്യാരറ്റ്, ഉള്ളി. കൈ എന്നങ്ങനെ കറുത്തിക്കണേ ഗൈസ്. നല്ല ടാൻ ഉണ്ട്. ടാൻ മാറാനുള്ള എന്തെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിൽ പറഞ്ഞുതരുമുണ്ടു. ഫുള്ള് ടാനാണ്, നല്ല കറുപ്പുണ്ട് അല്ലേ? എന്താ അപ്പോൾ പിന്നെ ചിക്കന്. ഇത് ഇന്നലെ മോമോസിന് വേണ്ടിയിട്ട് ഞാൻ കഷ്ടപ്പെട്ട് റെഡിയാക്കിയ ചിക്കനാണ് ഗൈസ്. മോമോസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നും ഒരൊറ്റ മോമോസിന് ശാഖ തിന്നില്ല കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി അരച്ചെടുക്കുക. നമുക്ക് എടുത്ത് വെച്ചതേപോലെ ഒരു പാൻ എടുക്കാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വീഡിയോ എടുക്കണതല്ലേ, അപ്പോൾ കുറച്ച് മെനയൊക്കെ വേണ്ടേ. ഇതൊക്കെ ആകുമ്പോൾ കുറച്ച് പയകിട്ട് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് മസാല റെഡിയാക്കി എടുക്കാം. അടുക്കളയ്ക്ക് പോകാം. ആദ്യം നമ്മൾ എണ്ണ വെച്ചിരിക്കുന്നു. എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഫസ്റ്റ് ക്യാപ്സിക്കവും കിഴങ്ങും ക്യാരറ്റും ഇട്ട് കൊടുക്കുക. കാരണം ഉള്ളിക്ക് അധികം വാട്ടം വേണമെന്നില്ല. ഇതാണെങ്കിൽ കുറച്ച് വേവ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ക്യാരറ്റ് ഇത് കാണിച്ചു കൊടുക്കും. കിഴങ്ങും ഇതേപോലെ മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കുക, ഇറക്കി കൊടുക്കുക. ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് മൂടി വെക്കാം കേട്ടോ. കുറച്ച് നേരം ഒന്ന് കുക്കായി കഴിഞ്ഞാൽ ആ ഒരു പച്ച കടിക്കണത് മാറിക്കിട്ടും. ഇതിൽ കിഴങ്ങും ക്യാരറ്റും ക്യാപ്സിക്കും ആണ്. ഇതൊന്ന് വാടി വരുമ്പോൾ ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ നമ്മൾ ഉള്ളി വാടി വരും. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യും. ഇനി നമുക്കിതൊക്കെ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മസാല ഇത്രയൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഓവർ മസാല ഇട്ട് കൊടുക്കണില്ല. ചിക്കൻ മസാല, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടിയും കൂടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാൻ ഇട്ട് കൊടുക്കണില്ല. മെയിൻ ഐറ്റം ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്തത്. ഇതിൽ ക്യാപ്സിക്കവും ഉള്ളിയൊക്കെ ഓൾറെഡി ഉണ്ട്. നമ്മൾ മോമോസിന് വേണ്ടിയിട്ട് റെഡിയാക്കി എടുത്ത ചിക്കനാണ് കേട്ടോ ഇതിൽ ആഡ് ചെയ്യണത്. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ചില്ലി സോസ് ആഡ് ചെയ്യും. 2 സമൂസ ഷീറ്റും ആണ് കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ പ്ലസ് രൂപത്തിൽ നമ്മൾ വെച്ച് കൊടുക്കുക. ഇനി ഇതൊക്കെ നമ്മൾ മസാല നടുകിൽ വെച്ച് കൊടുക്കുക കേട്ടോ. മസാല ഇതേപോലെ നടുകിൽ വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചീസും കൂടി വെച്ച് കൊടുക്കാം. ചീസ് അതേപോലെ സ്ലൈസ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ വെച്ച് കൊടുക്കുക. പിന്നെ ഇത് ഇതേപോലെ ഒന്ന്
കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിങ്ങനെ ഓല മെടയുന്ന പോലെ ഇതാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഇതേപോലെ 2 സൈഡിലും കട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, കട്ട് ചെയ്ത് കറക്റ്റായിട്ടൊന്നുമില്ല. ഇനി ഇതാ ഈ സൈഡിലും കൂടി ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. അതായത് ഈ സൈഡുമാണ് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. ഓക്കെ, നമ്മളിതുപോലെ കട്ട് ചെയ്ത് മാറ്റി വെക്കും. എല്ലാ സൈഡും നമുക്ക് ഈ ഒരു മൈദയുടെ ഈ ഒരു പശ തേച്ച് കൊടുക്കുക. എല്ലാ സൈഡും തേച്ച് കൊടുക്കുക. എന്നിട്ട് അതങ്ങോട്ട് മടക്കിയെടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് ഇങ്ങോട്ട് മടക്കി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നേരെ ഇങ്ങോട്ടും കൂടി ഒന്ന് മടക്കി കൊടുക്കുക. അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ നല്ല രീതിക്ക്. എന്നിട്ട് നമ്മൾ ഇതേപോലെ ഓരോന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മുടഞ്ഞു കൊടുക്കുക. ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇതിങ്ങോട്ട് വെക്കുക. ഇങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. പിന്നെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. പിന്നെ അതങ്ങനെ നമ്മളിത് ഏകദേശം നമ്മളെ ദൗത്യം സെറ്റായിക്കൊണ്ടിരിക്കുന്നു. അയ്യോ, ചീസ് ബോക്സ് റെഡി ഇവിടെ. ഇതെങ്ങനെ ഇനി ബാക്കിയുള്ളതൊക്കെ ഒന്ന് ചുറ്റിയെടുക്കുക. എന്നിട്ട് നമുക്ക് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അത് ഏകദേശം ഇത്രേനുള്ളൂ പണി. അടിപൊളിയാണ് കഴിക്കാൻ. ഓക്കെ. ഇന്ന് വത്തക്ക ഉണ്ടോ ജ്യൂസ് അടിച്ചത്? വത്തക്ക തന്നെ ഇതാ ഫ്രൂട്ട്സ് വെട്ടിയും വെച്ചിരിക്കണു. ഇത് സെറ്റാക്കി ഇവിടെ മാറ്റി വെച്ചിരിക്കണു. ജ്യൂസ് ഇത് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് പിന്നെ നിഷാദുണ്ടോ ജ്യൂസ് അടിച്ചത്. പിന്നെ അതാ നമ്മളിത് ഇവിടെ നമ്മൾ ചെറിയൊരു ബോക്സും കൂടി റെഡിയാക്കി എടുക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇതിങ്ങനെ ഇതെല്ലാം ചീസൊക്കെ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മളെ ചുറ്റൽ ഏകദേശം കഴിഞ്ഞു. ഇങ്ങനെയും നമ്മളിതാ ഇതേപോലെ ചെറുതായിട്ടും ചുറ്റിയെടുത്തിക്കണം. അപ്പോൾ രണ്ടും നമുക്ക് പൊരിച്ചാൽ ഇത് ചൂടുള്ള എണ്ണയൊക്കെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മുക്കിയെടുത്താൽ മതിനെ. സമൂസ പൊരിച്ചാൽ എല്ലാവർക്കും അറിയുമല്ലോ. ഇത് റെസിപ്പി വീഡിയോ ആയിട്ട് ഇട്ടോന്നും അല്ലട്ടോ, നമ്മൾ എന്തെങ്കിലും ലോങ് വീഡിയോയിൽ വിടണ്ടേ. ഇതിപ്പോൾ ഞാനൊരു റെസിപ്പി വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്തതൊന്നും അല്ലട്ടോ. ജസ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ചെങ്കിൽ അത് വീഡിയോയിൽ ആഡ് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. ഇത് എല്ലാവരും ഉണ്ടാക്കുന്ന ഐറ്റം തന്നെ കാരണം നമ്മളിൽ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ഇതാ 3 എണ്ണം വെച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലോണം ഒന്ന് കുത്തിയെടുക്കണം. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നല്ല ഓലയും തോന്നും അല്ലേ? നല്ല പൊതലൊക്കെ വരുന്നുണ്ട്. പൊതല മീൻസ് കുളയും. എങ്ങനെയുണ്ടെന്നും നമ്മൾ അടുക്കളയിൽ നിന്നുള്ളൊരു വ്യൂ കണ്ടത്. പുറം ഫുള്ള് കാടായിരുന്നു. ഇപ്പോൾ മരങ്ങളൊക്കെ വെട്ടി ഫുള്ള് വിശാലമായിട്ട് കിടക്കുന്ന ഒരു പറമ്പാണ്. അത്ര വലിയൊരു വ്യൂ ഒന്നും അല്ല, എന്നാലും കാണാനൊരു അടിപൊളി. നല്ല കാറ്റും ഒക്കെ. നമ്മളിങ്ങനെ ചെറുതായിട്ട് ഗ്രില്ലൊക്കെ ഇട്ട് ഓപ്പൺ പ്ലേസ് ആണ് നമ്മളെ വർക്ക് ഏരിയ. അപ്പം അതുകൊണ്ട് കാണാനൊരു അങ്ങനെ കണ്ടില്ലേ. അപ്പോൾ നമ്മൾ സ്പെഷ്യൽ ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കണം കേട്ടോ. അതിലേക്ക് കുറച്ച് സോസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അതും വെച്ചിരിക്കണു. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമുക്ക് സമൂസ ഉണ്ടാക്കാൻ 1 ഓല മതി. ഇതിനാണെങ്കിൽ നമുക്ക് 2 ഓല വേണം. കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ള ചീസ് ഇതേപോലെ വലിഞ്ഞ് കിട്ടിയിരിക്കണു. നമ്മൾ സ്ലൈസ് ചെയ്ത ആ ഒരു ചീസ് വാങ്ങിക്കഴിഞ്ഞാൽ ഇതേപോലെ എനിക്ക് ഇതുവരെ കാണാൻ കിട്ടിയിട്ടില്ല കേട്ടോ. അത് ഇതേപോലെ മെൽറ്റായി കിട്ടൂല. ഈ ചീസ് അടിപൊളിയാണ് കേട്ടോ. നമുക്ക് കട്ട് ചെയ്യുന്ന ടൈമിൽ തന്നെ നമുക്ക് ഫീൽ ആവും ഇതേപോലെ ഇങ്ങനെ വലിഞ്ഞ് നിൽക്കും. എല്ലാം റെഡിയാക്കി ഇതേപോലെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നമ്മൾ നോമ്പറക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു കൊണ്ടുവന്ന ഒരു സ്പെഷ്യൽ ഡ്രിങ്കാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരുന്നത്. വത്തക്ക വെച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ നല്ല അടിപൊളിയുണ്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിൽ ഞാൻ ഒരുപാട് ഐറ്റംസ് ഇട്ടുകൊണ്ട് അതുകൊണ്ടാണ് അത്രയും ടേസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാം. നോമ്പ് പറഞ്ഞ് പിന്നെ കുറച്ച് അധികം നേരം കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ മാളിക്കുന്നൊക്കെ പോയത്. അവിടെ എത്തിയപ്പോഴത്തേക്കും മോന് പോലെ എല്ലാവരും പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാളിക്കുന്നിൽ നിന്ന് കോഴിയട ഓറഞ്ച് ജ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഓറഞ്ച് ജ്യൂസൊക്കെ എടുത്തിട്ട് ഷൈന് കൊണ്ടേ കൊടുത്തു. പിന്നെ ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ കൂടുതൽ ടൈം സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ടുണ്ട് വർത്താനം പറയാം. അപ്പോൾ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞത് പുട്ട് കഴിക്കാൻ പോകുകയാണ്. ചിക്കൻ കറി ഉണ്ട്, എന്നാലും എനിക്ക് പപ്പടം കൂട്ടി കഴിക്കണത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പൊളിച്ചക്ക് വെച്ചിട്ട് നിഷാദ് പണിക്ക് പോയിരുന്നു. പിന്നെ അത് രാവിലെയാണ് ഞാൻ തിരിച്ച് പോരുന്നത് കേട്ടോ. അവിടെ പോയി തിരിച്ച് പോരുമ്പോൾ എൻ്റെ കയ്യിലൊരു കിറ്റ് സാധനങ്ങൾ ഉണ്ടാവും കേട്ടോ. അമ്മ എന്തെങ്കിലും കാട്ടി ഒരു കിറ്റാക്കി എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ടാവും. ഉമ്മക്ക് അല്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. എന്തെങ്കിലുമൊക്കെ പെറുക്കി കൂട്ടി ഒരു കവറാക്കിൻ്റെ കയ്യിൽ തന്നിട്ടുണ്ടാവും. ഇപ്പം എല്ലാവരോടും ടാറ്റ. ഇപ്പം ഗൈസ് ഇന്നലെ വന്നു, ഇന്ന് രാവിലെ ഞാൻ തിരിച്ചു പോവുകയാണ്. ഇതാണ് എൻ്റെ വിരുന്ന് അല്ലേ ലേനു? ഇതാ പോകുമ്പോൾ കൊണ്ടുപോകാനുള്ളതൊക്കെ കിറ്റാക്കിക്കണു. ഇനി ഡിക്കി ഫുള്ളാണ്.
അപ്പോൾ ടാറ്റ എല്ലാവരോടും പോയി വരാം. അപ്പോൾ ഗൈസ് വീഡിയോ ഇത്രേ ഉള്ളൂ. എന്തായാലും നമ്മളെ വ്ളോഗ് ഇവിടെ അവസാനിച്ചാണ്. ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറച്ച് ദിവസമായിട്ട് അപ്ലോഡ് ചെയ്യാൻ താമസിച്ചാണ്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.